കരൂർ ദുരന്തത്തിന് പിന്നാലെ അവിടെ TVKയുടെ ഒരു പ്രാദേശിക നേതാവ് ജീവനൊടുക്കി എന്ന വാർത്തയാണ്. വിഴുപ്പുറത്തെ ബ്രാഞ്ച് സെക്രട്ടറി വി അയ്യപ്പനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ മുൻ മന്ത്രിയും DMK നേതാവുമായ സെന്തിൽ ബാലാജിക്കെതിരെ പരാമർശം. സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് ആരോപണം. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗൂഢാലോചനയാണോ അട്ടിമറിയാണോ എന്ന രീതിയിലൊക്കെയുള്ള പല ചർച്ചകളും പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോഴാണ് TVKയുടെ ഒരു പ്രവർത്തകന്റെ ആത്മഹത്യയും ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണവും. ഇത് ഈ ഒരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിലേക്കാവും നയിക്കുക? മോർണിംഗ് ക്രിസ്റ്റീന, 41 ജീവനുകൾ നഷ്ടപ്പെട്ടതിനപ്പുറത്തേക്ക് മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ TVKയുടെ റാലിയുമായി ബന്ധപ്പെട്ട് വിജയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടത്തിന് പിന്നാലെ ആ അപകടത്തിന്റെ വിഷമത്തിലാണ് ഇപ്പോൾ വിഴുപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വി അയ്യപ്പൻ, അദ്ദേഹത്തിന് 50 വയസ്സാണ്, ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇയാൾ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ സെന്തിൽ ബാലാജിക്കെതിരായിട്ടുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനടുത്തു നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. അത് പോലീസ് കണ്ടെത്തി. അതിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് സെന്തിൽ ബാലാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരത്തിൽ അവിടെ സുരക്ഷ ഒരുക്കിയില്ല, ആ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയിരുന്നില്ല. അതാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു ദുരന്തത്തിൽ കലാശിച്ചത്. പോലീസ് മതിയായ ഇടപെടൽ നടത്തുകയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകില്ല എന്ന നിലയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള അന്വേഷണമൊക്കെയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. ഇയാൾ ഒരു ദിവസവേതനക്കാരനാണ്, കൂലിപ്പണിയൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. നേരത്തെ ഈ വിജയുടെ ആരാധക കൂട്ടായ്മയിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നയാളാണ്. അപ്പോൾ ഇയാൾ പിന്നീട് വിജയ് പാർട്ടി രൂപീകരിക്കുമ്പോൾ പാർട്ടിയിലേക്ക് വരുന്നു, വിഴുപ്പുറത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, പാർട്ടിയുടെ പല പ്രധാന വേദികളിലുമൊക്കെ എത്തി വിഴുപ്പുറത്തെ പരിപാടികളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നു, അതിന് പിന്നാലെ വാർത്തകൾ വന്നതോടുകൂടി ഇയാൾ വലിയ വിഷമത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ഇയാൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നൊക്കെയും ചില കുടുംബാംഗങ്ങൾ പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ പിന്നീട് ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാളുടെ സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ്. ഒരുപക്ഷെ ഈ സംഭവത്തിന് ശേഷം ഒരുപക്ഷെ പുറത്തുവരുന്ന ചർച്ചകളിൽ ഒരു വഴിത്തിരിവായേക്കാവുന്ന ആരോപണമാണ്. എന്താണ് ആത്മഹത്യാക്കുറിപ്പിൽ ആ വരിയെ പറ്റി പോലീസ് പറയുന്നത്? ഹാഷ്മി, പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പ്രതികരണം ഉണ്ടാകാത്തത് ഇത് ഇയാളുടെ ആത്മഹത്യക്കുറിപ്പാണോ എന്നതടക്കമുള്ള പരിശോധനകൾ നടന്നു വരുന്നു. അതിനപ്പുറത്തേക്ക് ഈ സെന്തിൽ ബാലാജിക്കെതിരെയാണ് ഇന്നലെ ഉച്ച മുതൽ TVK ഒരു കടുത്ത ആരോപണം ഉന്നയിക്കുന്നത്. കാരണം അവർ കോടതിയിൽ നൽകിയ ഹർജിയിൽ തന്നെ സെന്തിൽ ബാലാജിയും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഇരച്ചു കയറി, അവർ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയെടുത്തൊരു അപകടം എന്ന നിലയിലാണ് അവർ ഈ കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആശുപത്രികളൊക്കെയും സെന്തിൽ ബാലാജി അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സജീവമാക്കിയിരുന്നു, അദ്ദേഹം അത് സജ്ജമാക്കിയിരുന്നു. അതുകൊണ്ട് അതിന് പിന്നാലെയാണ് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയത്. 5 മിനിറ്റിനുള്ളിൽ തന്നെ സെന്തിൽ ബാലാജി മാധ്യമങ്ങളെ കാണുന്നു, ആശുപത്രിയിലേക്ക് പറന്നെത്തുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ സെന്തിൽ ബാലാജിക്ക് ഇതിലൊരു ഇടപെടൽ ഉണ്ടായി, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായി എന്ന തരത്തിലാണ് TVK നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. അവർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അവരുടെ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് സെന്തിൽ ബാലാജിയിലേക്കാണ്. അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് മതിയായ സുരക്ഷ ഒരുക്കാത്തത്, അദ്ദേഹത്തിന്റെ കൺട്രോളിൽ മാത്രമാണ് ഈ അവിടുത്തെ പോലീസ്, കരൂരിലെ പോലീസും അവിടെയുള്ള മറ്റ് സംവിധാനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു TVKയുടെ ആരോപണം. അവരത് ഔദ്യോഗികമായി തന്നെ അവരത് കൃത്യമായി ആ ഹർജിയിൽ പറയുന്നുമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് വരുമ്പോഴും അതും സെന്തിൽ ബാലാജിയുടെ നേർക്ക് തന്നെയുള്ള ഒരു ആത്മഹത്യ. കാരണം ഈ കരൂരിലാണ് അപകടം ഉണ്ടായത്, ഇത് വിഴുപ്പുറത്തുള്ള പ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ TVKയുടെ പല പ്രവർത്തകരും ഇത്തരത്തിൽ പല വികാര പ്രകടനങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്നുമുണ്ടായിരുന്നു. പല നേതാക്കളും ഇത്തരത്തിൽ ഞങ്ങൾ പോലും ജീവൻ തരാൻ തയ്യാറാണ്, ഇത്തരത്തിൽ ഉണ്ടായ ഒരു അപകടത്തിൽ വിജയെ പഴിചാരുമ്പോൾ അദ്ദേഹം അറിയാതെ ഉണ്ടായ ഒരു അപകടമാണ്, മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ ജീവൻ തരാം എന്ന തരത്തിൽ നിരവധി സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെയും ട്വീറ്റുകളൊക്കെയും എക്സിലെ പോസ്റ്റുകളൊക്കെയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് സെന്തിൽ ബാലാജിയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ആത്മഹത്യാക്കുറിപ്പും ആത്മഹത്യാക്കുറിപ്പ് ഒരുപക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന ചർച്ചകൾ ഒരു വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.